നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL എല്ലാ ടീമുകളും 11 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇന്നലെ KKR 11ാമത്തെ മത്സരം കളിച്ചതോടുകൂടി 11th റൗണ്ട് അവസാനിച്ചു എന്ന് പറയാം. പക്ഷേ ചില ടീമുകൾ 12 മത്സരങ്ങളും കളിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാലോ, നമ്മൾ എല്ലാ ടീമുകളും ഒരു റൗണ്ട് പൂർത്തിയാക്കിയാലേ നമ്മൾ പവർ റാങ്കിങ് പുറത്തു വിടാറുള്ളൂ. സോ 11 റൗണ്ട് പൂർത്തിയാകുമ്പോൾ നമ്മുടെ 12ാമത്തെ എപ്പിസോഡ്, പവർ റാങ്കിങ്ങിൻ്റെ 12ാമത്തെ എപ്പിസോഡിലേക്ക് വരുന്നു. 4 ടീമുകൾ ഓൾറെഡി 12 കളികൾ കളിച്ചിട്ടുണ്ട്. അത് RCBയും GTയും SRHും പിന്നെ DCയുമാണ്. ഇപ്പോൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ പവർ റാങ്കിങ് അവതരിപ്പിക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. കാരണം നിങ്ങൾക്കറിയാലോ, കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങൾ. കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ള ഒരു ടാഗ് ലൈനാണ് പോയിൻ്റ് പട്ടികയല്ല പവർ റാങ്കിങ് എന്നുള്ളത്. അതിപ്പോഴും പറയുന്നു, പക്ഷേ പോയിൻ്റ് പട്ടികയോട് വളരെ സാമ്യതയുള്ള ഒരു പവർ റാങ്കിങ് ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ടീമുകളൊക്കെ 11-12 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. ഓരോ ടീമിൻ്റെയും ശക്തി ദൗർബല്യങ്ങൾ എന്താണ് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു. ആ ശക്തി ദൗർബല്യങ്ങൾ പ്രതിഫലിക്കുന്ന തരത്തിൽ തന്നെയാണ് പോയിൻ്റ് പട്ടിക നിൽക്കുന്നത്. അപ്പോൾ അത് പരിഗണിക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ളൊരു പവർ റാങ്കിങ് വന്നേക്കാം. എന്നാൽ കംപ്ലീറ്റ്ലി സെയിം ആണ് എന്ന് നമ്മൾ പറയുന്നുമില്ല. ഇപ്പം എന്താണ് പോയിൻ്റ് പട്ടിക എന്ന് ചോദിച്ചാൽ, 16 പോയിൻ്റുള്ള 2 ടീമുകളുണ്ട്. RCBയും GTയും 12 കളി 16 പോയിൻ്റ് 1-2 സ്ഥാനങ്ങളിൽ നിൽപ്പാണ്. SRH 12 കളി 14 പോയിൻ്റ് 3-ാം സ്ഥാനത്താണ്. PBKS 11 കളി 13 പോയിൻ്റ് 4-ാം സ്ഥാനത്താണ്. CSKക്ക് 11 കളി 12 പോയിൻ്റ് ഉണ്ട്. രാജസ്ഥാൻ റോയൽസിനും 11 കളി 12 പോയിൻ്റ് ഉണ്ട്. നെറ്റ് റൺ റേറ്റിൻ്റെ ആനുകൂല്യത്തിൽ CSK 5-ാമതും RR 6-ാമതും നിൽക്കുന്നു. DC 10 പോയിൻറ്റുമായിട്ട് 7-ാമത്. 8-ാം സ്ഥാനത്ത് KKR 9 പോയിൻറ്റുമായിട്ട് നിൽക്കുന്നു. MIക്കും LSGക്കും 6 വീതം പോയിൻറ്റുകൾ. MI 9-ാമതും LSG 10-ാമതും. അപ്പോൾ പോയിൻ്റ് പട്ടിക നമ്മളെടുത്ത് നോക്കുമ്പോൾ ഒരു 4 ടീമുകളെങ്കിലും ഓൾറെഡി ഔട്ടായി കഴിഞ്ഞിട്ടുണ്ട്. DCക്ക് ഇനി സാധ്യതയുണ്ട് എന്നൊക്കെ അവരുടെ ആരാധകർ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കാമെങ്കിലും ആ സാധ്യത തുലോം മങ്ങിപ്പോയ ഒന്നാണ്. 0% ചാൻസാണ് നമ്മൾ കാണുന്നത്. KKR ഔട്ടാണ്. ഇന്നലത്തെ തോൽവി അവരെ എലിമിനേറ്റഡ് ആക്കി എന്ന് പറയണം. MI ഔട്ടാണ്. LSG ഔട്ടാണ്. അപ്പോൾ കാര്യങ്ങളിൽ വ്യക്തതയുണ്ട്. RCBയും GTയും മുന്നോട്ട് പോകുന്നു വേണം കരുതാൻ. അതേസമയം PBKS ഇന്നത്തെ കളി ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് 15 പോയിൻ്റായി. സോ ഓൾമോസ്റ്റ് 2 സ്ഥാനങ്ങൾ ലോക്ക്ഡ് ആണ്. ബാക്കിയുള്ള 2 സ്ഥാനങ്ങൾക്കായിട്ടുള്ളൊരു പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറയേണ്ടി വരും. പ്ലേ ഓഫ് സെനാരിയോ നമ്മൾ വിശദമായിട്ട് ഇന്ന് മറ്റൊരു വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പവർ റാങ്കിങ്ങിലേക്ക് കടക്കുമ്പോൾ ഈ 9-10 സ്ഥാനങ്ങൾ, 10-9 സ്ഥാനങ്ങൾ, അത് പ്രത്യേകിച്ച് ഇനി നമ്മൾ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്ത് പറയേണ്ട കാര്യമില്ലല്ലോ. 2 ടീമും പുറത്തായവരാണ്. അപ്പോൾ MI 10 LSG 9 എന്നോ LSG 10 MI 9 എന്നൊക്കെ പറയാം. എല്ലാം കണക്ക് തന്നെയാണ്. ശരി, ആ 2 ടീമുകൾക്ക് ഇനി ഒരു കിരീട സാധ്യതയില്ല. എല്ലാം ഒരുപോലെയല്ല. അവസാനം കളിച്ച കളികൾ, അവസാനം 5 കളികൾ എടുത്താൽ 4 ജയം 0 തോൽവികൾ എന്ന രൂപത്തിലൊക്കെയാണ് അവരൊക്കെ നിൽക്കുന്നത്. സോ LSGയുടെ കാര്യത്തിൽ മികച്ച താരങ്ങളുണ്ട്. പക്ഷേ കാരണം മിച്ച് മാർഷിനെ പോലെ, നിക്കോളാസ് പൂറനെ പോലെ, ഈഡൻ മർക്രമിനെ പോലെ ഒക്കെയുള്ള താരങ്ങൾ അവർക്കുണ്ടായിട്ട് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ള നിരാശയുണ്ട്. ഋഷഭ് പന്തിന് എന്തിന് ഇത്ര കോടികൾ മുടക്കി എന്നിപ്പോൾ ഗോയങ്കെ ചിന്തിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. വൻ അഴിച്ചുപണി അടുത്ത ഓപ്ഷനിൽ നടക്കാൻ പോകുന്നൊരു ടീമാണ് LSG. മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യത്തിലും ടോപ്പ് ക്ലാസ് ടീം ഉണ്ടായിരുന്നില്ലേ? ടോപ്പ് ക്ലാസ് ടീം. അതായത് രോഹിത് ശർമ്മയുണ്ട്, റിയാൻ റിക്കിൾട്ടൺ ഉണ്ട്, QDK ഉണ്ട്, തിലക് വർമ്മയുണ്ട്, ജസ്പ്രീത് ബുംറയുണ്ട്, ഹാർദിക് പാണ്ഡ്യയുണ്ട്, സൂര്യകുമാർ യാദവ് ഉണ്ട്, ഇന്ത്യയുടെ T20 നായകൻ, കിരീടം ചൂടിയ നായകൻ. എന്നിട്ടെന്തോ ഒന്നും ഉണ്ടായില്ല. എവിടെയൊക്കെയോ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ക്യാപ്റ്റൻസി പ്രശ്നമായി ഇപ്പോഴും തുടരുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ എല്ലാം നിൽക്കുകയാണ്. ഒരു ഉടച്ചു വാർക്കൽ എന്തായാലും ടീമിന് അത്യാവശ്യമാണ്. ക്യാപ്റ്റനെ പോലും അവർ കൈവിട്ടേക്കുമോ എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ MIയുടെ കാര്യവും പരിതാപകരമാണ്. ഒരു വലിയ അഴിച്ചുപണി അടുത്ത ഓപ്ഷനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു.
നമ്മുടെ പവർ റാങ്കിങ്ങിൽ 8ാം സ്ഥാനത്ത് KKR ആണ്. KKR തുടക്കത്തിലേറ്റ പരാജയമാണ് അവർക്ക് തിരിച്ചടിയായത്. പിന്നെ തുടരൻ വിജയങ്ങൾ കൊണ്ട് അവരൊരു ശ്രമമൊക്കെ നടത്തി. റിങ്കുവും അങ്കരീഷ് രഘുവൻഷിയും ഒക്കെ ഇപ്പോൾ ഇന്നലെ നന്നായിട്ട് കളിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി RCBയെ പോലൊരു ടീമിനോട് കിങ് കോഹ്ലിയൊക്കെ നെഞ്ചു വിരിച്ചങ്ങ് നിന്നാൽ പിന്നെ മുട്ടാനൊന്നും പറ്റുന്നൊരവസ്ഥയല്ല. ഏതായാലും കഴിഞ്ഞ ഓപ്ഷൻ കഴിഞ്ഞപ്പോൾ ഏറ്റവും മികച്ച രൂപത്തിലുള്ളൊരു ടീമാക്കിയിട്ട് അവർ മാറി. വലിയ രൂപത്തിലുള്ള സ്പെൻഡിങ് അവർ നടത്തി എന്നൊക്കെ നമ്മൾ കരുതിയിരുന്നിടത്ത് നിന്ന് പരിക്കവരെ വലച്ചെടുത്ത് അവരങ്ങ് വീണു പോകുന്ന ദാരുണമായ കാഴ്ചയാണ് സീസണിൻ്റെ തുടക്കത്തിൽ കണ്ടത്. ഹർഷദ് റാണയെ പോലുള്ള പതിരാനയെ പോലുള്ള താരങ്ങൾ തുടക്കത്തിലെ മിസ്സായി. പതിരാന പിന്നെ വന്നു, പക്ഷേ ടീമിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പറ്റാതെ പോയിടത്താണ് അവരുടെ നിരാശ വർദ്ധിക്കുന്നത്. എന്നാലും KKR 8ാം സ്ഥാനത്ത്, DC 7ാം സ്ഥാനത്ത് വരുന്നു. ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ DCയെ സംബന്ധിച്ചിടത്തോളം ഈ പുറത്തായവരാണ് ഇവരെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ അങ്ങ് വിശകലനങ്ങൾ ഇനി പറയുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നുന്നു. ഏറ്റവും ഒടുവിലത്തെ കളി നോക്കുമ്പോൾ DC PBKസിനെ തോൽപ്പിച്ചിരുന്നു 3 വിക്കറ്റിന്. പടി കൊടുത്തതാണ് PBKസിന്. അതിനപ്പുറത്തേക്കുള്ള ഒരു നേട്ടം അതിലുണ്ടോ? അപ്പോൾ കഴിഞ്ഞ കളിയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ മാറ്റങ്ങളോടെ ടീം ഇറങ്ങി. അതിൽ ശരിക്കും പറഞ്ഞാൽ അക്സർ പട്ടേലിൻ്റെ ഒരു മികച്ച പ്രകടനം, ഡേവിഡ് മില്ലറുടെ ഒരു മികച്ച പ്രകടനം, അവിടെയാണ് അവർ ആ കളി വിജയിക്കുന്നത്. ആയാലും DC ഇപ്പോൾ നമ്മുടെ പവർ റാങ്കിങ്ങിൽ 7ാം സ്ഥാനത്ത്. പവർ റാങ്കിങ് ഇനി ആണ് ഈ പ്ലേ ഓഫിനായിട്ട് മത്സരിക്കുന്നവരുടെ റാങ്കുകൾ വരുന്നത്. നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഇതാ 6ാം സ്ഥാനത്ത്, ശ്രദ്ധിച്ച് കേൾക്കണം, 6ാം സ്ഥാനത്ത് PBKS ആണ്. പലർക്കും കാതിന് തെന്മഴ കുളിർമഴ പോലെ കേൾക്കുന്നതായിരിക്കും. എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ആദ്യത്തെ 6-7 റൗണ്ടിൽ PBKS നമ്മൾ 1ാം സ്ഥാനത്ത് കൊടുത്തതിന്. ഏതായാലും അത് തീരുമാനമായിട്ടുണ്ട്. തുടരെ പരാജയങ്ങൾ ആ ടീമിനെ വലച്ചു കളഞ്ഞു. തുടരൻ പരാജയങ്ങൾ ഒരു ടീമിനെ എത്രത്തോളം തകർക്കും. അവസാനത്തെ 4 കളികളാണ് പൊട്ടി നിൽക്കുന്നത്. ടീമിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിൽ സൂചനകളും വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അതിൽ എന്ത് പരിഹാരം അവർക്ക് കിട്ടുന്നുള്ളത് നോക്കാം. റിക്കി പോണ്ടിങ്ങും സംഘവും എന്ത് പരിഹാര മാർഗങ്ങളിലൂടെ കടന്നു പോകുമെന്നാണ് അറിയേണ്ടത്. ടീം ഇപ്പോഴും അതുപോലെ അവിടെ ഉണ്ട്. കരുത്തുറ്റ താരങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഒന്നുകൂടി ഫൈൻ ട്യൂൺ ചെയ്ത് റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിലത്തെ കളിയൊക്കെ DCയോട് അവർ തോറ്റ രീതിയൊക്കെ നോക്കിയാൽ മതി. സോ തിരിച്ചു വരവ് അത്യാവശ്യമാണ്. അടുത്ത കളി കാലിടറിയാൽ പുറത്തേക്കുള്ള വഴിയിലേക്ക് കാലെടുത്ത് വെക്കലായിരിക്കും അത്. 5ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ്. 5ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, RRനെ നമ്മൾ എത്ര കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ കാണുന്നതാണ്. നന്നായിട്ട് കളിക്കും തുടക്കത്തിൽ, പിന്നെ അങ്ങ് കൈവിട്ടു പോകും. അതാണ് കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കളിയൊക്കെ 77 റൺസിനാണ് അവർ GTയോട് പരാജയപ്പെട്ടത്. അതിൻ്റെ മുമ്പത്തെ കളിയിൽ DCയോട് അവർ 7 വിക്കറ്റിനാണ് പരാജയപ്പെട്ടത്. പക്ഷേ സ്റ്റിൽ അവർ കണ്ടൻറ്റേഴ്സായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അത് അവരുടെ കളിയുടെ റിസൾട്ട് പലപ്പോഴും വൈഭവ് സൂര്യവംശിയുടെ മികവിനെ ആശ്രയിച്ച് നിൽക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. മിഡിൽ ഓർഡറൊക്കെ കുറച്ചുകൂടി നല്ല രൂപത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടേണ്ടതുമുണ്ട്. പക്ഷേ സ്റ്റിൽ സാധ്യതകളുണ്ട്, തള്ളിക്കളയാൻ പറ്റില്ല. 5ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് വരുന്നു. കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും അവർ 5ാം സ്ഥാനത്തായിരുന്നു. ഇതാ പവർ റാങ്കിങ്ങിൽ മുന്നോട്ട് കയറിയിരിക്കുന്നു CSK 4ാമത്. അത് താൻ CSK ഫാൻ ആയതുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കാൻ ആളുണ്ടാവും. പക്ഷേ CSK കഴിഞ്ഞ 3 മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ചു എന്നുള്ളത് ഞാൻ ഫാൻ ആയതുകൊണ്ടല്ല. അപ്പോൾ അവരുടെ പെർഫോമൻസ് വെച്ച് തന്നെയാണ് നമ്മളിത് പറയുന്നത്. പോരാട്ട വീര്യം അവർ കാണിക്കുന്നുണ്ട്. ഉർവിൽ പട്ടേലിൻ്റെ കഴിഞ്ഞ കളിയിലെ പ്രകടനം, അതുപോലെ സഞ്ജു സാംസണിൻ്റെ അതിൻ്റെ മുമ്പുള്ള കളികളിലെ പ്രകടനം എല്ലാം നോക്കുമ്പോൾ ചേട്ടൻ മികവ് കാണിക്കുന്നു, ഉർവിൽ മികവ് കാണിക്കുന്നു. പിന്നെ ഇപ്പോൾ ഒരു ആശങ്ക ജെയ്മി ഓവേർട്ടിന് പരിക്ക് പറ്റിയതാണ്. അതില്ല എന്ന് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം. ഇത്രയധികം പരിക്ക് വലച്ച മറ്റേത് ടീമുണ്ട്, നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും അങ്ങനെ ഒരു വിശകലനത്തേക്ക് പോകുന്നില്ല. പക്ഷേ പരിക്ക് വലച്ചില്ലായിരുന്നെങ്കിൽ CSK ഒരു പക്ഷേ പ്ലേ ഓഫ് കണ്ടേനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം MSD എന്ന് വരുന്ന അറിയില്ല. LSGക്കെതിരെ അടുത്ത കളിയിൽ MSD ഉണ്ടാവില്ല. നമ്പർ 4 CSK, നമ്പർ 3 SRH. എന്ന് പറയാൻ കാരണം എന്താ അറിയോ? പൊളിച്ചടുക്കിയ ഒരു ബാറ്റിംഗ് നിര അവർക്കുണ്ട്. മിക്ക കളികളിലും അവർ അത് തന്നെ നടപ്പാക്കുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ കളിയിലൊക്കെ അവർ വീണുപോയത് അതൊരു വീഴ്ചയായിരുന്നു. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റൂല. കാരണം 86 റൺസിന് കോൾ ഔട്ട് ആവുക എന്ന് പറഞ്ഞാൽ
പേരുകേട്ട ബാറ്റിംഗ് നിര 86 റൺസിന് ജി ടിയോട് ഓൾ ഔട്ടായി. അതുതന്നെയാണ് ജി ടിയുടെ കരുത്തായിട്ട് നമ്മൾ കാണുന്നതും. ജി ടി കാണിക്കുന്ന ഒരു കുതിപ്പ് വേറെ, നമുക്ക് അവരുടെ സ്ഥാനം വരുമ്പോൾ പറയാം. പക്ഷേ എസ് ആർ എച്ച് എന്തായാലും പ്ലേ ഓഫ് കണ്ടൻറ്റേഴ്സ് ആയിട്ടുണ്ട്. പ്ലേ ഓഫിൽ മിക്കവാറും നമ്മൾ അവരെ കാണും. ഇപ്പോൾ കഴിഞ്ഞ കളി കൊണ്ട് മാത്രം നമുക്ക് അവരെ എഴുതി തള്ളാൻ പറ്റില്ലല്ലോ. ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും ഹെൻറി ക്ലാസനും ഒക്കെ അടങ്ങുന്ന ടീം മുന്നോട്ട് പോകുമെന്ന് തന്നെ കരുതുന്നു. നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും മൂന്നാമതായിരുന്ന എസ് ആർ എച്ച് മാറ്റമില്ല. രണ്ടാമത് ആർ സി ബി. കഴിഞ്ഞ പവർ റാങ്കിൽ ഒന്നാമതാണ് ആർ സി ബി. ഇപ്പോൾ രണ്ടാമതായത് ആർ സി ബിയുടെ പ്രശ്നം കൊണ്ടല്ല, മറിച്ച് ജി ടിയുടെ കുതിപ്പ് കൊണ്ടാണ്. ആർ സി ബി 12 കളി 16 പോയിൻറ്റോടെ നെറ്റ് റൺ റേറ്റിൻ്റെ ബലത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽപ്പാണ്. മികച്ച രൂപത്തിൽ തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുറ്റവും നമുക്ക് പറയാനില്ല. കഴിഞ്ഞ 2 കളിക്ക് മുമ്പ് അവർ എൽ എസ് ജിയോട് തോറ്റെങ്കിലും എം ഐക്കെതിരെ 2 വിക്കറ്റിൻ്റെ വിജയം. അതിനുശേഷം ഇതാ കെ കെ ആറിനെതിരെ കെ കെ ആർ നല്ല ഒരു കുതിപ്പ് നടത്തി വന്നിടത്ത് നിന്ന് അവരെ സ്റ്റോപ്പ് ഇടുന്നു. പക്ഷെ ഇപ്പോഴും ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ജേക്കബ് ബത്തലിൻ്റെ ഫോം, ഫിൽസാൾട്ടിന് റീപ്ലേസ്മെൻറ്റ് ജേക്കബ് ബത്തലിനെ കൊണ്ടാവുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ ജിതേഷ് ശർമ്മയുടെ ഫോം ഔട്ട്. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിന് അധികം ഒന്നും കളിക്കേണ്ടി വന്നില്ല. പക്ഷേ കിങ് കോഹ്ലി 2 ഗോൾഡൻ ഡക്കിന് ശേഷം മികച്ച രൂപത്തിൽ സെഞ്ചുറിയുമായിട്ട് മടങ്ങിയെത്തിയിട്ടുണ്ട്. അത് അവർക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ദേവദത്ത് പടിക്കലും ഇന്നും ഫോമിലാണ്. ബൗളിങ്ങിൽ ഭുവനേശ്വർ കുമാറും ജോഷ് ഹേസൽവുഡിനെയും പോലുള്ള തകർപ്പൻ പ്രകടനം നടത്തുന്നവരുണ്ട്. സോ നമ്പർ 2 ആർ സി ബി. നമ്പർ 1 ജി ടി നമ്പർ 1 എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? എസ് ആർ എച്ചിനെ പോലെ കരുത്തുറ്റൊരു ടീമിനെ അവർ തകർത്തെറിഞ്ഞ രീതി നിങ്ങൾ കണ്ടില്ലേ? വെറും 86 റൺസിന് അവരെ ഓൾ ഔട്ടാക്കി വിട്ടു. തുടരൻ വിജയങ്ങളാണ്. അതിന് മുമ്പത്തെ കളിയിൽ ആർ-ആറിനെ തോൽപ്പിച്ചു. അതിന് മുമ്പത്തെ കളിയിൽ പി ബി കേസിനെ തോൽപ്പിച്ചു. അതിനു മുമ്പ് ആർ സി ബിയെ തന്നെ അവർ തോൽപ്പിക്കുന്ന കാഴ്ച. അതിനു മുമ്പ് സി എസ് കെയെ തോൽപ്പിക്കുന്നു. സോ തുടരൻ വിജയങ്ങൾ അവർ നേടുന്നു. ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിയും ഇപ്പോൾ വാഴ്ത്തപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ശുഭ്മൻ ഗില്ലും അതുപോലെ തന്നെ സായ് സുദർശനും പിന്നെ നമ്മുടെ ജോസ് ബട്ട്ലറും ജെയ്സൺ ഹോൾഡർ വന്നതിന് ശേഷം ടീമിന് ആകെ ഉണ്ടായിട്ടുള്ള ഉണർവും റാഷിദ് ഖാൻ തൻ്റെ ടച്ച് തിരികെ പിടിച്ചതും എല്ലാം കൂടി ചേർക്കുമ്പോൾ ഭയക്കണേ ജി ടി ഇത്തവണ ചിലതൊക്കെ തീരുമാനിച്ചുറപ്പിച്ച മട്ടിലുള്ളൊരു കുതിപ്പാണ് ഇപ്പോൾ നടത്തുന്നത്. അതിൽ നമ്മുടെ പവർ റാങ്കിങ് ഒരിക്കൽ കൂടി വളരെ പെട്ടെന്ന് പറയാം. 1 ജി ടി, 2 ആർ സി ബി, 3 എസ് ആർ എച്ച്, 4 സി എസ് കെ, 5 ആർ-ആർ, 6 പി ബി കെ എസ്, 7 ഡി സി, 8 കെ കെ ആർ, 9 എൽ എസ് ജി, 10 എം ഐ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ്.